ഇപ്പൊ നമ്മുടെയൊക്കെ വളരെ ചെറുപ്പകാലം തൊട്ട് നമ്മ മലയാളികൾ അതും കേരളത്തില് കേട്ട് വളരെ പരിചയമുള്ള ഒരു വളവ് സുമതി വളവ്. കുറെ സൂപ്പർ നാച്ചുറൽ ആക്ടിവിറ്റീസ് ഒക്കെ നടന്ന് എന്ന് പറയപ്പെടുന്ന ഒരു വളവ്. അപ്പൊ ആ വളവിനെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമ റിയൽ ഇൻസിഡന്റ് അല്ലെങ്കിലും ആ വളവില് എന്തെങ്കിലും കുറെ ഇൻസിഡൻസ് ഓൾറെഡി ആൾക്കാർ ഇങ്ങനെ ഓരോരോ കഥകളായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിനെ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിലിം. അപ്പൊ സുമതി വളവ് മൂവി റിവ്യൂമായിട്ട് പ്രിൻസ് വ്ലോഗ് ബൈ അഭി ഗ്രീഷ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതിന്റെ ഡയറക്ടർ വിഷ്ണു ശശി ശങ്കർ, പിന്നെ റൈറ്റർ അഭിലാഷ് പിള്ളൈ, പിന്നെ ഇതില് മ്യൂസീഷ്യൻ എടുത്തു പറയേണ്ട ഒരു പേരാണ് രഞ്ജിൻ രാജ്. കാരണം സോങ്സ് അല്ലാന്നുണ്ടെങ്കിൽ അതായിട്ടുള്ള മീൻസ് ഹൊറർ സീൻസ് വന്നപ്പോഴുള്ള മ്യൂസിക്കും അല്ലാണ്ട് കഥനെ എലിവേറ്റ് ചെയ്യുന്ന മ്യൂസിക്കും രണ്ടായിട്ട് തോന്നി. ഹൊറർ സീനിലെ മ്യൂസിക് ഒരു രക്ഷയില്ല. ഹൊറർ സീൻ പിന്നെ ആ ലൊക്കാലിറ്റിയുടെ ലോങ് ഷോട്ട്സ് അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റി ഒരു ഫോക്ക് ടച്ച് ഒക്കെ കൊടുത്തിട്ട് കിഡിലൻ മ്യൂസിക് മാത്രമല്ല അത് കിഡിലൻ ഒരു ഡോൾബി അറ്റ്മോസ്ഫിയർ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ ഹാറ്റ്സ് ഓഫ് രഞ്ജിൻ രാജ്. അങ്ങനത്തെ വർക്ക് മ്യൂസിക്കലി അതായത് BGM കൊണ്ടുവന്നേക്കുന്ന വർക്ക് കിഡിലനാണ്. പിന്നെ ആക്ടേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അർജുന അശോകൻ, പിന്നെ ഷൈജു കുറുപ്പ്, ഗോകുൽ, സുരേഷ് ഗോപി, പിന്നെ ആക്ട്രസ് നോക്കുകയാണെങ്കിൽ മാളവിക, പിന്നെ ശിവിത നായർ, പിന്നെ അത് ആക്ടറിൽ ബാലു വർഗീസ്, പിന്നെ സിദ്ധാർത്ഥ്, അങ്ങനെ കുറെ പേരുണ്ട്. എല്ലാവരെയും ഈക്വലി ഇൻക്ലൂഡ് ചെയ്ത് പോകുന്ന ഒരു ഫിലിം. പടത്തിലെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയ പോലെ തന്നെ മ്യൂസിക് പടത്തിലെ മെയിൻ ആണ്. അത് പ്രത്യേകിച്ച് ഈ നൈറ്റ് ഷോട്ട്സ് കാണിക്കുമ്പോ അല്ലാന്നുണ്ടെങ്കിൽ ആ വളവ് കാണിക്കുമ്പോഴൊക്കെ കിഡിലനാണ്. പ്ലസ് പോയിന്റ് എന്നുള്ളത് ഓക്കെ, ഒരു പരിധിവരെ എല്ലാവരുടെയും പെർഫോമൻസ് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. കാരണം അത്ര നേരം ആ ഒരു ചെറിയ പ്ലോട്ടിൽ തന്നെ കഥ പോകുമ്പോഴും നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെയുള്ള പ്ലസ് പോയിന്റ് സീറ്റ് ടച്ചിങ് മൊമെന്റ്സ് കുറെ ഉണ്ട് പടത്തിൽ. അതായത് നമ്മ അടുത്ത എന്താണെന്നുള്ള പോയിന്റില് നമ്മളെ കൊണ്ടേ നിർത്തിക്കുന്ന കുറെ സീൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു വളവ് ആ ഒരു ഷോട്ട് കാണിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നെഞ്ചിടിക്കാൻ തോന്നുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കും ഇനി എന്തോ നടക്കാൻ പോണെന്നുള്ള ആ ഒരു സിറ്റുവേഷൻ അതുണ്ടാവുന്നുണ്ട്. ഫ്രെയിംസ് കുറെ കൊള്ളാം. സിനിമാറ്റോഗ്രാഫിയില് ഫ്രെയിംസ് കുറെ ഉണ്ട്. ഭയങ്കര ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ കുറെ സീനിലൊക്കെ അത് എനിക്ക് വർക്ക്ഔട്ട് ആയാലോ തോന്നില്ല. കാരണം കളർ ഗ്രേഡിങ് ആണെന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഫോക്കസിങ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ലൈറ്റിങ് കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ നൈറ്റ് ഷോട്ട്സ് കാണിക്കണം എല്ലാം നൈറ്റ് ഷോട്ട്സ് കാണിക്കണൊക്കെ കിഡിലനായിരുന്നു. അപ്പൊ ഇതൊക്കെ പടത്തിന്റെ മെയിൻ പോസിറ്റീവ്. പിന്നെ ഹൊറർ സീൻസ്, ജംപ് സ്കെയറിംഗ് സീൻസ് കുറെ ഉണ്ടായിരുന്നു അവിടെ. പേടിക്കേണ്ട സീൻ ഉണ്ട് പടത്തിൽ. പിന്നെ ഫുള്ളല്ല, ഫസ്റ്റ് ഹാഫ് നമുക്ക് ചെറിയൊരു ലാഗ് വന്നിക്കുമെങ്കിലും ഇൻട്രോയിലൂടെ അടുക്കുമ്പില്ല. അതായത് നമ്മുടെ ഗോകുൽ സുരേഷ് ഗോപി വന്നതിന് ശേഷം പടം ഒന്ന് റേഞ്ച് ഒന്ന് മാറും. ഫസ്റ്റ് ഹാഫിൽ കിഡിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും നിൽക്കും. ഇൻട്രോയിൽ പഞ്ചക്കറ സൂപ്പർ ആണെന്നും പറയാനില്ല. നമ്മ സീറ്റ് ടച്ചിങ് മൊമെന്റിൽ തന്നെ ആയിരിക്കും ഇരിക്കണ്ടേ. പിന്നെ സെക്കൻഡ് ഹാഫ് പടങ്ങൾ തുടങ്ങിയിട്ട് ഇതേപോലെ തന്നെ ഹൊറർ സീനുകൾ കാണിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ അവരൊരു കോമഡി കാണിച്ച് നമ്മളെ കൊറേയൊക്കെ ഡൈവേർട്ട് ചെയ്ത് അപ്പൊ നമ്മളും ആ ഒരു ഇതിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് പേടി നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതെ അതെ. സെക്കൻഡ് ഹാഫ് നെഗറ്റീവ്സിന് ഫസ്റ്റ് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് ത്രൂ ഔട്ട് ആ ഒരു നമുക്ക് ആ ഒരു ജംപ് സ്കെയറിങ് കുറവായിരുന്നു. മാത്രമല്ല ആ സീൻസ് കാണിക്കണത് കുറച്ചിട്ട് പടം കഥയിലേക്ക് മീൻസ് വേറെ സ്റ്റോറി ലൈനിലേക്ക് വന്നു. അത് കണക്ട് ചെയ്യണ്ടെങ്കിലും അത്ര എനിക്ക് പേഴ്സണലി വർക്ക്ഔട്ട് ആയില്ല. അത് നെഗറ്റീവ് ആയിട്ട് തോന്നി. പിന്നെ സ്റ്റോറി ലൈൻ ആയിട്ട് ഭയങ്കര നോർമൽ ആയിട്ട് പോകുന്ന ഒരു സ്റ്റോറി ലൈൻ ആണ്. ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസോ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ക്യാരക്ടേഴ്സ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. പിന്നെ അതിൽ നെഗറ്റീവ്സ് മെയിൻ ഞാൻ പറഞ്ഞല്ലോ, കുറെ സ്ഥലത്തൊക്കെ സ്റ്റുഡിയോ സെറ്റ് പോലെ തന്നെ ഫീൽ ചെയ്ത് ബിൽഡിങ്സ് ഒക്കെ കുറെ സ്ഥലങ്ങളിലൊക്കെ. പക്ഷെ ബാക്കിയുള്ള കുറെ സ്ഥലങ്ങളിലൊക്കെ അത് അറിയിക്കാണ്ടേയും ചെയ്തിട്ടുണ്ട്. പഴയ ഒരു കാലഘട്ടം 80s 90s ആ ഒരു റേഞ്ചുള്ള കാലഘട്ടങ്ങളൊക്കെ കാണിക്കണം. അപ്പൊ അത് പിടിക്കാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട്. കൊള്ളാം. പക്ഷെ സ്റ്റിൽ എവിടെയോ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് തന്നെ ഒരു പാട്ടില് അമ്പലത്തിന്റെ സെറ്റൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് അങ്ങനെ
എനിക്ക് കണക്ട് ആയൊന്നുമില്ല. അത് ശരിക്കും മനസ്സിലാണ്ടായിരുന്നു. പാട്ടുകൾ ഒരു നെഗറ്റീവായിട്ട് തോന്നി. കാരണം ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ അതെ അത് എനിക്ക് പാട്ട് തോന്നിയായിരുന്നു. ഓരോരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ നമ്മ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ആ പാട്ട് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ലാഗ് അടിക്കണ ഒരു ഫീൽ വന്നായിരുന്നു. അതിന്റെ അവിടെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ ഓരോ സോങ്ങിലും നമുക്ക് അങ്ങനെ തോന്നിയായിരുന്നു. പിന്നെ അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ ഫസ്റ്റ് ഹാഫില് നമ്മൾ ആ ഒരു ഹൊറർ സീനുകളൊക്കെ കാണിച്ച് നല്ലോണം കൊണ്ടുപോകണമെങ്കിൽ സെക്കൻഡ് ഹാഫ് എത്തുന്ന സമയത്ത് നമ്മൾ ഹൊറർ സീൻ ഉണ്ട്, കൂടുതലും സ്റ്റോറി ലൈനാണ് പോണത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഹൊറർ സീനുകളിൽ നമ്മളെ ഡൈവേർട്ട് ചെയ്ത് വിടുന്ന പോലെയുള്ള കോമഡികൾ, നമുക്ക് ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോമഡികളാണ്. പക്ഷെ അത് ഈ ഹൊറർ സീനിന്റെ ഇടയിലായതുകൊണ്ട് നമ്മൾ അത്രയും പേടിപ്പെടുത്താത്ത രീതിയിൽ അതങ്ങനെ ഡൈവേർട്ട് ചെയ്തു പോയി. പിന്നെ ക്ലൈമാക്സിലൊക്കെ കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മ പ്രതീക്ഷിക്കുമല്ലോ, ഓക്കെ ഇതൊരു സംഭവം കാണിക്കാൻ പോണേന്ന് എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മളെ ചിലപ്പോ കൈവിട്ട് തരും. നമുക്ക് അത്ര പവർഫുൾ ആയിട്ടുള്ള ക്ലൈമാക്സ് തോന്നി, ഫീൽ ചെയ്തില്ല. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാച്ചബിൾ മൂവി, തിയേറ്ററിക്കൽ വാച്ചബിൾ ആണ്. ഇത് വന്നിട്ട് വെയിറ്റ് ചെയ്ത് കാണാൻ നിൽക്കുന്നത്. തിയേറ്ററിൽ പോയിട്ട് ആ സൗണ്ടില് ഡോൾബി സൗണ്ടിൽ കാണാൻ പറ്റിയ ഒരു പടം തന്നെയാണ്, യാതൊരു സംശയമില്ല. BGMല് ഭയങ്കരമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും. നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. സൗണ്ട് വൈസ്, വിഷ്വൽ വൈസും കുഴപ്പമൊന്നുമില്ല, ബട്ട് സൗണ്ടാണ് എടുത്തിരിക്കുന്നത് പടത്തിൽ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. സുമതികള് ഒരു ഓവറോൾ ഒരു വാച്ചബിൾ മൂവി തന്നെയാണ്. മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച് മൂവിയാണ്. OTT വന്നിട്ട് കണ്ടിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഡു ഗ്രാബ് യുവർ ടിക്കറ്റ്സ് ഫോർ സുമതികളത്. ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മളെ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുക. ബൈ. താങ്ക് യു.